ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രിഞ്ചാൾ കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ബ്രിഞ്ചാൾ എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് കേർഡാണ്. യോഗട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതുപോലെ ചോപ്പ് ചെയ്ത ഓണിയൻസ്, ഗാർലിക്ക്, ഗ്രീൻ ചില്ലീസ് എന്നിവ എടുക്കുക. ഇതിനായിട്ട് നമുക്ക് ആദ്യം ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രിഞ്ചാളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ അധികം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബ്രിഞ്ചാൾ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കൈ കൊണ്ടാണ് എണ്ണയിലേക്ക് എടുത്തിരുന്നത്. അങ്ങനെ ചെയ്യരുത്, കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ കുക്കിംഗ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ, ഇത് പരിചയമില്ലാത്തവർ ഇങ്ങനെ ഡയറക്റ്റ് കൈ കൊണ്ട് ഇത് എണ്ണയിലേക്ക് എടുത്ത് ഇടരുത്. സ്പൂൺ ഉപയോഗിച്ചോ ചെയ്യുക. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ആയിട്ട് മാത്രം കഴിക്കാം. അത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമ്മളിപ്പം ഇത് കേട് വെച്ചിട്ടുള്ളൊരു റെസിപ്പി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാം. ഇത് 2 സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. സോ നമുക്കിത് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് കേർഡ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ആ പാനിൽ തന്നെ, ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് തിളച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മറ്റു കാര്യങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന്, ലൈറ്റ് ബ്രൗൺ കളറാട്ടോ, അതാവുമ്പോഴത്തേക്കിന് നമ്മളതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കേർഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കേർഡ് തിളയ്ക്കാൻ പാടില്ല. അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇത് ചൂടാക്കത്തതേ ഉള്ളൂ. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് വാങ്ങി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചാൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ജസ്റ്റ് തവി ഇട്ടൊന്ന് ഇളക്കുന്ന സമയത്തേക്ക് നമുക്ക് ആവി കാണാൻ പറ്റും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, റെഡിയാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.